ശ്രീമതി വീണ എസ് നായർ, കേൾക്കാമോ? കേൾക്കാം. ഇത് നോക്കൂ, ഈ വികസനം എന്ന കാര്യത്തിൽ ഊന്നി BJP പ്രചാരണത്തിൽ നിന്നു അതിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ഇന്ന് അദ്ദേഹം പറയുകയും ചെയ്തു കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ ഇവിടുത്തെ വികസനത്തിന് ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി, അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM അല്ല കോൺഗ്രസ് ആണ് BJPയുടെ യഥാർത്ഥ എതിരാളികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. അതെ മധു, സത്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം ഒരു ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ, ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു രൂപരേഖയാണല്ലോ. അപ്പൊ ആ രേഖയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. ആ രേഖ സംബന്ധമായ പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല, കേൾക്കാൻ സാധിച്ചില്ല. മറിച്ച് ആ രേഖ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൈ വീശി കാണിച്ചപ്പോൾ നിങ്ങൾ ക്യാമറ ഒന്ന് സൂം ചെയ്തിരുന്നെങ്കിൽ ആ കയ്യിൽ ആ രേഖ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്ന ഒരു രേഖയുണ്ട്. ആ രേഖ വികസനത്തിൻ്റെ രേഖ, വികസന രേഖയല്ല, മറിച്ച് അത് ഈ കേരളത്തെ വിഭജിക്കാനുള്ള വിഭജന രേഖയാണ്. ഈ പച്ചവർഗീയത കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനും മാധുവും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ ഏതാണ്ട് ഒരേ പ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഒന്നും കുട്ടിക്കാലത്തോ നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തിലോ ഒരിക്കൽ പോലും ഇതുപോലുള്ള പച്ചവർഗീയത കേട്ട് വളർന്നിട്ടില്ല. നമ്മൾ ഒന്നും ഒരിക്കൽ പോലും ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഭയം തോന്നുകയാണ് കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ ജീവിക്കാൻ. കാരണം ഇവിടെ BJPയും CPMും പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയത എൻ്റെ മകനടക്കമുള്ള കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് അതേത് തരത്തിലാണ്, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മണ്ണായി ഈ കേരളം മാറിപ്പോകുമോ എന്ന് വല്ലാതെ ഭയപ്പെടുകയാണ്. സത്യത്തിൽ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ചവിട്ടി നിന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ആ പാളയത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളിയും അടുത്തിരിക്കുന്ന മോസ്കും ഗണപതി ഭഗവാന്റെ അമ്പലവും ഇത് ഒരുമിച്ച് ഒരു വട്ടത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു മണ്ണാണ് തിരുവനന്തപുരത്തിന്റെ. ആ തിരുവനന്തപുരത്തിന്റെ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, ജാതി മത വിദ്വേഷങ്ങളില്ലാതെ പോകുന്ന ഒരു മണ്ണിനെ എങ്ങനെ വിഭജിപ്പിക്കാമെന്നുള്ളതിന്റെ പ്രാഥമിക രേഖ ഇവിടെ വിദ്വേഷ പ്രസംഗത്തിലൂടെ ജനിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഈ മണ്ണ് വിട്ടു പോകുമ്പോൾ സത്യത്തിൽ പറയാനുള്ളത്, നമ്മൾ ഇന്നലകളിൽ ചർച്ച ചെയ്തിട്ടുള്ള CPMും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന BJPയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ടു പേർക്കും അധികാരം, അധികാരം, അധികാരം. ഇതിനപ്പുറത്തേക്ക് മനുഷ്യത്വമെന്നോ മനുഷ്യ സ്നേഹമെന്നോ അല്ലെങ്കിൽ തലമുറകൾക്ക് വസിക്കാൻ പറ്റുന്ന ഒരു മണ്ണായിരിക്കണം ഈ മണ്ണെന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമേ അല്ല എന്നുള്ളത് ഒരമ്മ എന്നുള്ള നിലയിൽ കൂടി എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു.